ഇണചേരുന്നതിലെ പ്രധാനപ്പെട്ട 11ഓളം ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മര്യാദകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യാവസാനം വീഡിയോ കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇസ്ലാം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം നൽകുന്ന, മാർഗദർശനം നൽകുന്ന ഒരു മതമാണ്. ഭാര്യാഭർത്തൃ ജീവിതം എന്നുള്ളതും ഇണചേരുക എന്നുള്ളതുമൊക്കെ മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ മേഖലയിലുള്ള ഇസ്ലാമിൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും എന്താണ് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായി നാം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇണചേരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അതിലൊന്നാമത്തത് സംശയം വേണ്ടതില്ല, സന്താന ഉൽപ്പാദനമാണ്. മനുഷ്യ വംശത്തിൻ്റെ നിലനിൽപ്പ്, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ലക്ഷ്യവും ഈ ഒരു കാര്യവും വൈവാഹിക ജീവിതത്തിലുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുവാൻ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മക്കൾ മതി എന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയല്ല എന്നർത്ഥം. രണ്ടാമത്തത് മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഇണചേരലും ലൈംഗിക ബന്ധവും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് നല്ല കാര്യമാണ്. കാരണം അത് മനുഷ്യൻ്റെ ഫിത്രത്തിൽ അല്ലാഹു ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവർ ഇണചേരുമ്പോഴാണ് അവരുടെ ആരോഗ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. മൂന്നാമത്തത് ധാർമ്മിക സംരക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം, സ്വവർഗരതി തുടങ്ങിയിട്ടുള്ള മോശമായ കാര്യങ്ങളിലേക്കൊന്നും പോകുവാൻ പാടില്ല. അപ്പോൾ വികാരം എന്നുള്ളത്, ലൈംഗികത ആസ്വദിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഫിത്രത്തിൽ, അവൻ്റെ നേച്ചറിൽ ഉള്ളതായതുകൊണ്ട് തന്നെ അത് തെറ്റായ വഴികളിലേക്കൊരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിയമാനുസൃതമായ വിവാഹബന്ധത്തിലൂടെയുള്ള ഇണചേരലിലൂടെയാണ് ആ ഒരു ധാർമ്മികതയുടെ, ആ ഒരു മതത്തിൻ്റെ സംരക്ഷണം സംഭവിക്കുന്നത്. അതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. നാലാമത്തത് പരസ്പരം സുഖമെടുക്കുക എന്നുള്ളത്. ഈ ഒരു ലൈംഗിക ആനന്ദം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരപ്രകൃതത്തിൽ അള്ളാഹു നിശ്ചയിച്ചതായതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിലും ഇണചേരാവുന്നതാണ്. അപ്പോൾ ഈ 4 ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഇണചേരുന്നത്. ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് എന്ന് ഇണകൾ, ദമ്പതികൾ, ഭാര്യാഭർത്താക്കന്മാർ അവർ ഉറപ്പ് വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇണചേരുമ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമാനുസൃതമായ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മാത്രമാണ്. കാരണം നമുക്കറിയാം, വ്യഭിചാരം ഇസ്ലാമിൽ പാടില്ല, സ്വവർഗരതി ഇസ്ലാമിൽ പാടില്ല, സ്വയം ഭോഗം ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 5, 6, 7 വചനങ്ങളിൽ അത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, യഥാർത്ഥ വിശ്വാസികൾ അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്ത് സൂക്ഷിക്കുന്നവരാണ്. ഇല്ല അല അസ്വാജിഹിം, അവരുടെ നിയമാനുസൃതമായ അവർ കല്യാണം കഴിച്ച ഭാര്യമാർ ഒഴികെ, അല്ലെങ്കിൽ ഔമ മലക്കത്ത് ഐമാനുഹും, അവരുടെ ഉടമസ്ഥതയിലുള്ള, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമ സ്ത്രീകൾ ഒഴികെ. അത് ഇക്കാലഘട്ടത്തിലില്ല, മറിച്ച് പ്രവാചകൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർ അധിക്ഷേപാർഹരല്ല. ഫമനി ബതഗ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, അതിനപ്പുറത്തേക്കുള്ള വഴി ആരാണോ സ്വീകരിക്കുന്നത് അവർ അതിര് വിട്ട് പ്രവർത്തിക്കുന്നവരും അക്രമികളുമാകുന്നു. അപ്പോൾ നിയമാനുസൃതമായി ഇസ്ലാം അനുവദിച്ച രൂപത്തിലല്ലാതെ ഈ ഒരു ഇണചേരുക എന്ന സമ്പ്രദായം പാടില്ലാത്തതാണ്. വ്യഭിചാരമോ സ്വവർഗരതിയോ സ്വയംഭോഗമോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ പറയാനുള്ളത്, ഭാര്യാഭർത്താക്കന്മാർ അവർ ഇണചേരുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. 11ഓളം വിഷയങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, നമ്മുടെ നിയ്യത്ത് ശരിയായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാം ഇണചേരുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. എങ്കിൽ ആ ഇണചേരുന്നതിന് പോലും പ്രതിഫലമുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഫീ ബുദ്ഇ അഹദിക്കും സദഖ, നിങ്ങൾ ഇണചേരുന്നതിൽ പോലും പ്രതിഫലമുണ്ട്, സദഖയുണ്ട്, സദഖയുടെ പ്രതിഫലം അതിനുണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹ്വതഹു വയകൂനു ലഹു ഫീഹാ അജ്റുൻ, ഞങ്ങളിൽ ഒരാൾ അവരുടെ ലൈംഗിക വികാരം ശമിപ്പിക്കുവാൻ വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും പ്രതിഫലമുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി,
അറഅയ്തും ലൗ വളഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി ഫീഹാ വിസ്റുൻ. അയാൾ ഹറാമായ മാർഗത്തിലൂടെയാണ് തൻ്റെ വികാരത്തെ ശമിപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് കുറ്റമില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. എങ്കിൽ ഫകദാലിക, അതേപോലെ ഇദാ വളഅഹാ ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ. അതിനവർ ഹലാലായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കതിന് പ്രതിഫലമുണ്ട്. അങ്ങനെ പ്രതിഫലം ലഭിക്കാനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ ഒന്ന്, അവർ ഹറാമിലേക്ക് പോവാതെ ഹലാലു മതി എന്ന് തീരുമാനിക്കുന്നു. ആ നിയ്യത്തിനൊരു പ്രതിഫലമുണ്ട്. രണ്ടാമത്തത്, ഇവിടെ സദക്ക എന്ന് പറഞ്ഞു. ഭാര്യ ഭർത്താവിന് നൽകുന്ന സദക്ക, ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സദക്കകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലൈംഗികാസ്വാദനം പരസ്പരം നൽകുക എന്നുള്ളത്. അതിലൂടെ അവർ അവരുടെ കടപ്പാടുകൾ നിർവഹിക്കുന്നു. അതേപോലെ തന്നെ തെറ്റായ മാർഗങ്ങളിലേക്ക് പോവാതെ തന്നെ ഹലാലായ മാർഗത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് കുടുംബത്തെ സംരക്ഷിക്കലാണ്, ഭർത്താവിനെ സംരക്ഷിക്കലാണ്, ഭാര്യയെ സംരക്ഷിക്കലാണ്. ഈ ഒരു നസീഹത്തോടുകൂടി, ഈ ഒരു ഗുണകാംക്ഷയോടുകൂടിയാണ് തീർച്ചയായും ഒരു മുസ്ലിം തൻ്റെ ഇണകളുമായി ഇണചേരേണ്ടത്. അപ്പോൾ അത് പ്രതിഫലാർഹമായ കാര്യമായി തീരും. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ നിലക്കുമുള്ള ഹറാമുകളിൽ നിന്ന് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രൂപത്തിൽ, ഭർത്താവിനെ ഭാര്യയെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ഈ വിഷയത്തിൽ പരസ്പരം സംതൃപ്തിയും സന്തോഷവും നൽകുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, രണ്ടാമത്തെ കാര്യമാണ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ചുംബിക്കലും തലോടലും ആലിംഗനം ചെയ്യലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി തൻ്റെ ഭാര്യമാരെ ചുംബിക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് പല ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ റൗളത്തു ത്വാലിബീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത്, വയുസന്നു മുലാഅബത്തുഹു സൗജ ഈനാസൻ വ തലത്തുഫ, ഭാര്യമാരെ കളിപ്പിക്കുക എന്നുള്ളത് അത് അവരുടെ ഹൃദയത്തിന് ഒരു ഇണക്കമുണ്ടാകുവാനും നിങ്ങളുടെ വിഷയത്തിൽ അവർക്കൊരു കംഫേർട്ട് ഉണ്ടാകുവാനും ലൈംഗികാസ്വാദനം പൂർണ്ണമായും ഉണ്ടാകുവാനും വേണ്ടി ആ രൂപത്തിൽ അവരെ കൊഞ്ചിക്കലും അവരെ തലോടലും ചുംബിക്കലുമൊക്കെ വളരെ നല്ല കാര്യമാണ്, സുന്നത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതിനുള്ള തെളിവ് ലിൽ ഹദീസ് സഹീഹായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹല്ലാ തസവ്വജ്ത ബിക്റൻ തുലാഇബുഹാ വ തുലാഇബുക്, നിനക്കൊരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? എങ്കിൽ അവൾ നിന്നെ രസിപ്പിക്കുന്നതാണ്, നീയുമായി അവൾ കളിക്കുന്നതാണ്, നിനക്ക് അവളുമായും കളിക്കാം. എന്ന് പറഞ്ഞാൽ കൊഞ്ചലും കുഴയലുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, ചുംബനവും തലോടലുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, നിർദോഷകരമായ തമാശകളും അതേപോലെ തന്നെ ഇസ്ലാം വിലക്കാത്ത രൂപത്തിലുള്ള ആനന്ദമെടുക്കലുമെല്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ നല്ല കാര്യമാണ്. എങ്കിലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ലൈംഗികത ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇമാം അൽ മൽഹരി അദ്ദേഹത്തിൻ്റെ അൽ മഫാത്തീഹു ഫി ഷർഹിൽ മസാബിഹ് എന്ന കിതാബിൽ പറയുന്നത്, അല അന്നമാ യജ്രി ബൈന സൗജൈനി മിനൽ മുലാഅബ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കൊഞ്ചലും കുഴയലുമെല്ലാം തന്നെ മർദിയുൻ ലിശ്ശാരിഇ, അത് ശരീഅത്ത് ഇഷ്ടപ്പെടുന്നു, തൃപ്തിപ്പെട്ട കാര്യമാണ്. വഹുവ സുന്ന, അത് സുന്നത്താണ്. ലി അന്നഹാ സബബു സിയാദത്തിൽ ഉൽഫത്തി വൻ നഷാത്ത്, കൂടുതൽ ഉന്മേഷവും ആവേശവും സ്നേഹവും എല്ലാം വർദ്ധിക്കുവാൻ അത് കാരണമായി തീരുന്നതാണ്. വ മഹീജി ഷഹ്വത്തില്ലത്തി ഹിയ സബബുൽ വിലാദ, അതേപോലെ തന്നെ കുഞ്ഞുണ്ടാകുവാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്, പുതുതായി കല്യാണം കഴിച്ച ആളുകളാകട്ടെ അല്ലാത്തവരാകട്ടെ, ഒരിക്കലും യാതൊരു മുന്നൊരുക്കവുമില്ലാതെ സ്ത്രീകളെ സമീപിക്കാൻ പാടില്ല. കേവല ശാരീരിക ബന്ധം മാത്രമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. അതിനപ്പുറത്ത് അവർക്ക് നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും ഈ കാര്യത്തോട് താല്പര്യവും അവർക്ക് തോന്നുന്ന രൂപത്തിലായിരിക്കണം. അതേപോലെ തന്നെ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, ഉലമാക്കൾ പറയുന്നത് പുരുഷന്മാർക്ക് അവകാശങ്ങളുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും അവകാശമുണ്ട്. അത് ഈ വിഷയത്തിലുമുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ അവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാതെ സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കണം, ഭാര്യമാരുടെ കാര്യം ശ്രദ്ധിക്കണം. ഭാര്യമാരും അവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാതെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെയും അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതല്ലെങ്കിൽ അവർ പരിഗണിക്കണം എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇണ ചേരുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലൗ അന്ന അഹദക്കും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേരുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഖാല, എന്നിട്ട് എന്ത് പറയണം? ബിസ്മില്ലാഹ്, ബിസ്മില്ല എന്ന് പറയണം. എന്നിട്ട് അല്ലാഹുമ്മ, അല്ലാഹുവേ, ജന്നിബിന ഷൈത്താന, ഞങ്ങളുടെ അടുക്കൽ നിന്ന് പിശാചിനെ നീ മാറ്റണമേ റബ്ബേ, വ ജന്നിബി ഷൈത്താന മാ റസഖ്തന, ഈ ഇണചേരലിലൂടെ ഞങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന സന്താനത്തെയും നീ പിശാചിൽ നിന്ന് അകറ്റണമേ, ആ സന്താനത്തിൽ നിന്ന് പിശാചിനെയും നീ അകറ്റണമേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക ലം യദുർറുഹു ഷൈത്താനുൻ അബദ, അങ്ങനെ ആ ഇണചേരലിലൂടെ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ പിശാച് ആ കുഞ്ഞിനെ ഒരു നിലക്കും ഉപദ്രവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ വ ജന്നിബി ഷൈത്താന മാ റസഖ്തന എന്ന് ഓരോ ഇണചേരലിലും പറയണം. അതിൽ ബിസ്മില്ല എന്ന് പറയുമ്പോൾ തന്നെ പിശാചിക്കൾ അവരുടെ ഔറത്ത് കാണുന്നതിൽ നിന്ന് ഒരു തടസ്സമായി തീരും. ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വസ്ത്രം മാറ്റിവെച്ചാൽ പോലും പിശാചിന് മനുഷ്യരുടെ ഔറത്ത് കാണാൻ കഴിയില്ല. അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള സഹായവും ബറക്കത്തുമെല്ലാം ആ വിഷയത്തിൽ വേണ്ടതുണ്ട്. ആ ബറക്കത്തിനെ തേടൽ കൂടി ബിസ്മില്ല എന്നതിലുണ്ട്. അതേപോലെ തന്നെ പിശാചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ എന്ന് പറയുമ്പോൾ പിശാച് പ്രേരിപ്പിക്കുന്ന, ഇസ്ലാം വിലക്കിയിട്ടുള്ള തെറ്റായ രൂപത്തിലുള്ള ഇണചേരൽ ഇല്ലാതിരിക്കുവാൻ അത് സഹായിക്കും. അതേപോലെ തന്നെ പൈശാചികമായ പ്രേരണകൾ ഇല്ലാതിരിക്കുവാൻ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ദുആ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഈ ഒരു ദുആയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാം. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇണചേരുന്ന സന്ദർഭങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് ഏത് രീതിയും ഏത് പൊസിഷനും സ്വീകരിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനത്തിൽ യഹൂദു തഖൂലു ഇദാ ജാമഅഹാ മിൻ വറാഇഹാ ജാഅൽ വലദു അഹ്വല. യഹൂദന്മാർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, പുരുഷൻ തൻ്റെ ഇണയെ പിൻഭാഗത്തുകൂടി അവളുമായി ഇണചേർന്നാൽ ജനിക്കുന്ന കുഞ്ഞിന് കോങ്കണ്ണുണ്ടാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അംഗവൈകല്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ രീതി പാടില്ല എന്ന് യഹൂദന്മാർ വിശ്വസിക്കുകയും ആ നിലക്ക് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്, നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ഭാര്യമാർ, അവർ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു, നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ അവരെ സമീപിക്കാവുന്നതാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ മനോഹരമായ ഒരു പദപ്രയോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കാരണം സന്താനോൽപാദനം എന്നുള്ളത് അതാണല്ലോ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു കൃഷിയിടത്തിൽ വിത്ത് വീണാൽ ആ വിത്ത് മുളയ്ക്കും, അതിന് പ്രത്യേകിച്ച് പോരായ്മകളൊന്നും ഉണ്ടാവുകയില്ല. ആ വിത്ത് എപ്രകാരം അവിടെ വീഴുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. മറിച്ച് കൃഷിയിടത്തിൽ വിത്ത് എത്തിക്കഴിഞ്ഞാൽ ആ വിത്തിനെ മുളപ്പിക്കുന്നത് ഭൂമിയുടെ പണിയാണ്. എന്നതുപോലെ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ ബീജം എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകും. അതിനൊരിക്കലും പോരായ്മകളോ കോങ്കണ്ണോ അംഗവൈകല്യങ്ങളോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് പൊസിഷൻ സ്വീകരിക്കുന്നു എന്നതല്ല വിഷയം, മറിച്ച് അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമായിരിക്കണം. അത് ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിലും അതേപോലെ തന്നെ മറ്റു മുഹദ്ദിസുകളും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമാക്കി, ഇത്തിഹാ മുഖ്ബിലത്തൻ വ മുദ്ബിറത്തൻ, നീ അവളെ മുന്നിലൂടെയോ പിന്നിലൂടെയോ സമീപിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇദാ കാന ദാലിക ഫിൽ ഫർജ്, അത് ഫർജിലായിരിക്കണം, അവളുടെ ലൈംഗികാവയവത്തിലായിരിക്കണം, പിൻദ്വാരത്തിലാവാൻ പാടില്ല എന്നർത്ഥം. അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. അതുകൊണ്ട് ലൈംഗികാവയവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഏതു പൊസിഷനും സ്വീകരിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മനസ്സിലാക്കി തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും തൻ്റെ ഇണകളെ പിൻദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ പാടില്ലാത്തതാണ്. അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൽഊനുൻ മൻ അത്തംറഅതഹു ഫീ ദുബ്രിഹാ, സ്ത്രീകളെ തൻ്റെ പിൻദ്വാരത്തിലൂടെ ആരെങ്കിലും ബന്ധപ്പെട്ടാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ ഹായിദൻ, ആരെങ്കിലും ആർത്തവകാരിയായ തൻ്റെ ഭാര്യയെ സമീപിച്ചാൽ, അവളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ, അവിമ്രഅതൻ ഫീ ദുബ്രിഹ, അല്ലെങ്കിൽ തൻ്റെ ഇണയെ അവളുടെ പിൻദ്വാരത്തിലൂടെ അയാൾ സമീപിച്ചാൽ,
ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അയാൾ കുഫർ കാണിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ചെറിയ കുഫറാണ്, വളരെ വലിയ ഒരു തെറ്റാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ നിലക്ക് പിൻദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ പാടില്ലാത്തതാണ്. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താക്കന്മാർ ഭാര്യമാരെ അക്കാര്യത്തിന് നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്കത് നിരസിക്കാമെന്ന് മാത്രമല്ല, അയാൾ അതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ അവർക്ക് ത്വലാഖ് ആവശ്യപ്പെടുകയും ചെയ്യാം. അത്രമാത്രം ഗുരുതരമായ കാര്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ വുളു എടുക്കൽ വളരെ നല്ലതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അതാ അഹദുക്കും അഹ്ലഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയെ സമീപിച്ചാൽ, സുമ്മ അറാദ അൻ യഊദ, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫലിയതവദ്ദ, നിങ്ങൾ വുളു എടുക്കണം. ഉലമാക്കൾ പറയുന്നത് അത് കൂടുതൽ ഉന്മേഷവും ആവേശവും ഒക്കെ ലഭിക്കുവാൻ അത് സഹായിക്കുമെന്നാണ്. വുളു എടുക്കൽ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ കുളിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. വുളുവിന് പകരം കുളിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. അബൂദാവൂദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വാഫ ദാത്ത യൗമിന അലാ നിസാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ എല്ലാ ഭാര്യമാരെയും സമീപിച്ചു. യഗ്തസിലു ഇൻദ ഹാദിഹി വ ഇൻദ ഹാദിഹി, ഓരോ ഭാര്യമാരുടെ അടുക്കൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാബത്ത് കുളിക്കുകയുണ്ടായി. അപ്പോൾ അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖുൽതു ലഹു യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അലാ തജ്അലുഹു ഗുസ്ലൻ വാഹിദ, അള്ളാഹുവിൻ്റെ റസൂലെ, എല്ലാ ഭാര്യമാരെയും സമീപിച്ചതിന് ശേഷം അവസാനത്തിൽ ഒറ്റ കുളി ആയാൽ മതിയായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ അസ്ക വ അത്യബു വ അത്ഹറു, ഓരോ ബന്ധപ്പെടലിന് ശേഷവും കുളിക്കലാണ് ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും ശുദ്ധമായത്, ഏറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു ഇണയെ ഒന്നിലധികം തവണ സമീപിക്കണമെന്ന് തോന്നുന്ന ആളുകൾക്കും വുളു എടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും ഖൈറായത് കുളിക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏഴാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ 2 സാഹചര്യങ്ങളിൽ കുളി നിർബന്ധമാണ്. കുളിക്കണം, നമസ്കാരത്തിന് മുമ്പ് അവർ കുളിച്ചിരിക്കണം. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഈ 2-ൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കുളിക്കണം. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം മുസ്ലിം, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ജാവസൽ ഖിതാനുൽ ഖിതാന, പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഗ്രഭാഗം സ്ത്രീ ലൈംഗികാവയവത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ തന്നെ ഇന്ദ്രിയസ്ഖലനം നടന്നിട്ടില്ലെങ്കിൽ പോലും അവർ കുളിക്കേണ്ടതാണ്. അപ്പോൾ ലൈംഗികാവയവങ്ങൾ തമ്മിലുള്ള ഭാഗികമായോ പൂർണ്ണമായതോ ആയ പ്രവേശനം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്ദ്രിയസ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ കുളിക്കേണ്ടതാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചുംബനം കൊണ്ടും ആലിംഗനം കൊണ്ടും ഒരാൾക്ക് സ്ഖലനം സംഭവിച്ചു, പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ, സ്ഖലനം സംഭവിച്ചാലും അവർ കുളിക്കണം. ഇന്നമൽ മാഉ മിനൽ മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ദ്രിയസ്ഖലനം സംഭവിച്ചാൽ കുളിക്കണം. അതാണ് പ്രവാചകൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായാലും ശരി, ഈ പറഞ്ഞ രൂപത്തിൽ ചുംബനം കൊണ്ടോ മറ്റോ സ്ഖലനം സംഭവിച്ചാലും ശരി, ആ സന്ദർഭത്തിലും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കുളിക്കേണ്ടതില്ല എന്ന് വിചാരിക്കരുത്. ഈ 2 സാഹചര്യങ്ങളിൽ കുളിക്കണം. ഇനി ജനാബത്ത് കുളിക്കുന്ന സന്ദർഭത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ചൊരു കുളിമുറിയിൽ ഒരേ ബക്കറ്റിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുന്നതിന് വിരോധമില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുൻതു അഗ്തസിലു അന വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഇനാഇൻ, ഞാനും പ്രവാചകനും ഒരു പാത്രത്തിൽ നിന്ന് ജനാബത്ത് കുളിക്കാറുണ്ട്. മിൻ ഇനാഇൻ വാഹിദിൻ ഫയുബാദിറുനി ഹത്ത അഖൂല ദഅലി ദഅലി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം വേഗം വെള്ളം കോരും. അപ്പോൾ ഞാൻ നബിയോട് പറയും, എനിക്കും കൂടി താ എന്ന് ഞാൻ പറയാറുണ്ട്. ഖാലത്ത് വഹുമാ ജുനുബാൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ ജനാബത്തുകാരായിരിക്കുകയാണ് ഇങ്ങനെ കുളിക്കാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പല ഭാര്യാഭർത്താക്കന്മാർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഭാര്യ ഭർത്താവിൻ്റെയോ ഭർത്താവ് ഭാര്യയുടെയോ ഔറത്ത് കാണാൻ പാടില്ല എന്നുള്ളത്. അത് തെറ്റായ ഒരു കാര്യമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഔറത്തുകൾ കാണാവുന്നതാണ്, അവർക്ക് ഒരുമിച്ച് കുളിക്കാവുന്നതാണ്.
ഒരേ ബക്കറ്റിൽ നിന്ന് അവർക്ക് വെള്ളം കോരി ഒഴിച്ച് കുളിക്കാവുന്നതാണ്. അങ്ങനെ കുളിക്കുമ്പോൾ ബക്കറ്റിലേക്ക് തെറിക്കുന്ന ശരീരത്തിലെ ആ വെള്ളം അതൊരിക്കലും ആ വെള്ളത്തെ എന്താക്കുന്നില്ല, നജസാക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആ നിലക്ക് കുളിക്കാവുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 8ാമത്തെ കാര്യം, ജനാബത്ത് ഉള്ളവരായിരിക്കെ തന്നെ കിടന്നു ഉറങ്ങാമോ, എന്നിട്ട് സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റ് കുളിച്ചാൽ മതിയോ? അങ്ങനെ മതി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അയനാമു അഹദുന വഹുവ ജുനുബുൻ, ഞങ്ങൾക്ക് ജനാബത്തുകാരായിരിക്കെ ഉറങ്ങാൻ പറ്റുമോ നബിയെ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ ഉറങ്ങാം. പക്ഷേ വയതവദ്ദഉ ഇൻഷാഅ, ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളു എടുക്കൽ നല്ലതാണ്. അപ്പോൾ ജനാബത്തുകാരായിരിക്കെ ഉറങ്ങാം, പക്ഷേ വുളു എടുക്കൽ വളരെ നല്ലതാണ്. അതൊരു വാജിബല്ല, പക്ഷേ വളരെ നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ കുളിച്ച് തന്നെ കിടക്കലാണ് ഏറ്റവും ഹൈറായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 9ാമത്തെ കാര്യം, ആർത്തവ സമയത്ത് ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. സൂറത്തുൽ ബഖറയിലെ 222 കാണാം, വയസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു, ഖുൽ ഹുവ അദൻ, പറയുക അത് ഉപദ്രവകരമാണ്, ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്, അതുകൊണ്ട് തന്നെ സ്ത്രീകളെ നിങ്ങൾ ആർത്തവ സമയത്ത്, ആർത്തവം എവിടെയാണോ സംഭവിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ, അഥവാ ആർത്തവം നിലച്ച് കുളിക്കുന്നത് വരെ കുളിക്കണം. ആർത്തവം നിന്നാൽ മാത്രം പോരാ, മറിച്ച് ആ ആർത്തവത്തിൽ നിന്ന് വിരാമം അറിയിച്ചുകൊണ്ടുള്ള കുളി കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫൈദാ തതഹർന ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാകുന്നു. അപ്പോൾ ആർത്തവ സമയത്ത് അവരുമായി ആ നിലക്കുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ലൈംഗിക അവയവങ്ങൾ തമ്മിലുള്ള ബന്ധപ്പെടൽ മാത്രമാണ്. അതല്ലാത്ത ആസ്വാദനങ്ങളാവാം. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറു ഇഹ്ദാന ഇദാ കാനത് ഹായിളൻ അൻ തത്തസിറ സുമ്മ യുളാജിഉഹാ സൗജുഹാ വഖാല മറത്തൻ യുബാശിറുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ ഇണകൾക്ക് ആർത്തവമുണ്ടായാൽ ആ ഭാഗം ഭദ്രമായി കെട്ടിവെക്കാൻ പറയുകയും അതല്ലാത്ത ഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും ആർത്തവ സമയത്ത് യാതൊരു നിലക്കുമുള്ള ഒന്നും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഒരു റൂമിൽ പോലും കിടക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ, ഒരു ബെഡിൽ കിടക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ, ചുംബിക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ, അതൊക്കെ തെറ്റാണ്. മറിച്ച് ലൈംഗികാവയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ആരെങ്കിലും ഹൈലുകാരിയുമായി ആ നിലക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ പ്രായച്ചിത്തമായി 1 ദീനാറോ അല്ലെങ്കിൽ 1/2 ദീനാറോ നൽകണം. പൂർണ്ണമായും ഹൈലു നിലക്കാതെയാണ് അവർ ആ നിലക്ക് ബന്ധപ്പെട്ടതെങ്കിൽ 1 ദീനാറും. എന്നാൽ ഹൈലു നിലച്ചിട്ടുണ്ട്, എന്നാൽ കുളിച്ചിട്ടില്ല, അത്തരമൊരു സാഹചര്യത്തിലാണെങ്കിൽ 1/2 ദീനാറുമാണ് അവർ പ്രായച്ചിത്തമായി നൽകേണ്ടത് എന്ന് ചില സ്വഹാബികളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പ്രായച്ചിത്തമൊന്നും നൽകിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ അവർ തൗബ ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് നമ്മൾ മനസ്സിലാക്കി. ഹൈലുകാരിയായ ഒരാളുമായി ആ നിലക്ക് ബന്ധപ്പെട്ടാൽ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ കുഫർ കാണിച്ചു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ്, അവർ തൗബ ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ 10ാമതായി മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ചോദിക്കുന്നതാണ്, ഒരാൾക്ക് തൻ്റെ ഭാര്യ ഗർഭിണിയാവാതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കാമോ? അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ നഅ്സിലു അലാ അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുർആനു യൻസിലു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അസ്ല് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ബീജം പുറത്തേക്ക് കളഞ്ഞിരുന്നു, കുട്ടികൾ തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നുള്ള നിലക്ക്. അപ്പോൾ ആ നിലക്ക് താൽക്കാലികമായി ഗർഭം ധരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള വഴികൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അത് നിരന്തരമായി അതല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് മറ്റൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരു സ്ത്രീക്ക് തൻ്റെ ഗർഭം നിർത്താൻ പാടില്ലാത്തതാണ്. അപ്പോൾ താൽക്കാലികമായ ഗർഭ നിരോധന മാർഗങ്ങൾ സ്വീകരിക്കാം, മറ്റു അപകടങ്ങൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ എന്നാണ് ഉലമാക്കൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. 11ാമത്തത്, ആ നിലക്ക് ഇണ ചേർന്ന് കഴിഞ്ഞാൽ അത് ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഒതുങ്ങണം. ഒരിക്കലും അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള ആനന്ദമെടുക്കൽ അതൊരിക്കലും തന്നെ മറ്റാരോടും അവർ പറയാനോ പങ്കുവെക്കാനോ പാടില്ല.
ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന മിൻ അശർരിൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അർറജുല യുഫ്ദി ഇല ഇംറഅതിഹി വതുഫ്ദി ഇലൈഹി സുമ്മ യൻഷുറു സിർറഹ, ഒരു വ്യക്തി തൻ്റെ ഭാര്യയുമായി ഇണചേർന്നു, എന്നിട്ട് അവളുടെ രഹസ്യങ്ങൾ മറ്റു പുരുഷന്മാരോട്, മറ്റുള്ള ആളുകളോട് പറഞ്ഞ് ആസ്വദിക്കുക, അവർ ഏറ്റവും മോശക്കാരായ ആളുകളാണ് എന്നാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു, ലഅല്ല റജുലൻ യഖൂലു മാ യഫ്അലു ബി അഹ്ലിഹി വലഅല്ല ഇംറഅതൻ തുഖ്ബിറു ബിമാ ഫഅലത് മഅ സൗജിഹാ ഫഅറമ്മൽ ഖൗം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ചില സ്ത്രീകൾ അവരുടെ ഭർത്താവ് അവളുമായി എന്താണോ ചെയ്തിട്ടുള്ളത് അത് മറ്റു സ്ത്രീകളോട് പറയുന്നുണ്ടാകാം, പുരുഷന്മാരും അതേപോലെ തന്നെ തൻ്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ പുരുഷന്മാരോട് പറയുന്നുണ്ടാകാം. അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ പറഞ്ഞു, ഇന്നഹുന്ന ലയഖുൽന വ ഇന്നഹും ലയഫ്അലൂൻ, അള്ളാഹുവിൻ്റെ റസൂലെ, പല പുരുഷന്മാരും സ്ത്രീകളും അവരുടെ അത്തരത്തിലുള്ള ദാമ്പത്യ രഹസ്യങ്ങൾ പുറത്ത് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫഇന്നമാ മസലു ദാലിക ശൈത്താനു ലഖിയ ശൈത്താനതൻ ഫീ തരീഖിൻ ഫഗശിയഹ വന്നാസു യൻളുറൂൻ. അങ്ങനെ ചെയ്താൽ അത് ഏതുപോലെയാണ് എന്ന് ചോദിച്ചാൽ, ഒരു ആൺ ഷെയ്ത്താൻ ഒരു പെൺ ഷെയ്ത്താനെ ഒരു വഴിയിൽ വെച്ച് കാണുകയും എന്നിട്ട് അവളെ പ്രാപിക്കുകയും ചെയ്യുന്നു, ജനങ്ങളെല്ലാം നോക്കിയിരിക്കെ. അപ്പോൾ ജനങ്ങൾ കാണെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് നിങ്ങളുടെ കിടപ്പറ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കൽ. അത് പിശാചുക്കളുടെ പണിയാണ്, ഒരിക്കലും അപ്രകാരം ചെയ്യരുത്, അവർ ഏറ്റവും മോശക്കാരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം, മറ്റുള്ള ആളുകൾ ഇണചേരുന്നത് നോക്കുക എന്നുള്ളത്, കാണുക എന്നുള്ളതൊക്കെ വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോൺ വീഡിയോസ്, മോശമായ വീഡിയോകൾ കാണുക, അതിലുള്ള മോശമായ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ഇണകളെ പ്രേരിപ്പിക്കുക, അതൊക്കെ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. പല നിലക്കും ഭാര്യമാർ, സ്ത്രീകളൊക്കെ ആ വിഷയങ്ങളിൽ പരാതികൾ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മോശമായ ഒരു കാര്യങ്ങളിലേക്കും വിശ്വാസികൾ പോവാൻ പാടില്ല. അവർ അവരുടെ കണ്ണുകളെ, കാതുകളെ, ഹൃദയത്തെ, ലൈംഗികാവയവങ്ങളെയെല്ലാം സംരക്ഷിക്കണം. അതോടൊപ്പം ഇണകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മറ്റു ഹറാമുകളിലേക്ക് ഒരിക്കലും പോകാൻ നമുക്ക് അനുവാദമില്ല. അള്ളാഹു അനുവദിച്ചു തന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇണചേരൽ. അത് പരിപൂർണമായും ഒരാൾ മറ്റൊരാൾക്കുള്ള അവകാശത്തെ വകവെച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം അത് നിർവഹിക്കേണ്ടത്. അതിൽ പോരായ്മ വരുന്നത് പല നിലക്കും കുടുംബജീവിതത്തെ ബാധിക്കും, വൈവാഹിക ജീവിതത്തെ ബാധിക്കും. പല ത്വലാഖുകളുടെയും അടിസ്ഥാന കാരണം ഈ വിഷയത്തിലുള്ള ശ്രദ്ധയില്ലായ്മയാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയായിരിക്കണം നാം അത്തരം മേഖലകളിൽ ഇടപെടേണ്ടത്. ആ നിലയ്ക്ക് ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.